അത് ജബ്ബാറിന്റെ അടുത്ത്. രണ്ടാമത്തേന്ന് പറയുന്നത് അവൻ മുസ്തഫ മൗലവിയാണ്. നീ എവിടത്തെ മൗലവിയാണ്ടാ തെണ്ടി? നീ എവിടത്തെ മൗലവിയാണ്? നീ ഇസ്ലാമിന് നീ സർവ്വലോക വിജ്ഞാനം നേടി വന്നവനാ. എടാ, നീ എന്ന് പറയുന്ന അറബ് ഭാഷ പഠിച്ചതാണ്. അറബ് ഭാഷ എന്ന് പറയുന്നത് അവരുടെ മാതൃഭാഷയായ രാജ്യങ്ങൾ ഒരുപാടുണ്ട്. ഇസ്ലാമിക പണ്ഡിതന്മാർ ലോകത്ത് ആവശ്യം പോലെയുണ്ട്. ഈ അറബ് രാജ്യത്ത് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത്. അതായത് ഞങ്ങളുടെ നബി ജനിക്കുന്നത്. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള മാനവരാശിക്ക് മൊത്തം പ്രതിനിധിയായിട്ടാണ് മുഹമ്മദ് നബി ഉള്ളത്. ബാക്കിയുള്ള നബിമാരെല്ലാം പ്രവാചകന്മാരെല്ലാം വന്നെന്ന് പറഞ്ഞ ഓരോരോ സമുദായങ്ങൾ, ഓരോരോ വിഭാഗങ്ങളുടെ ഇലയിലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാനവരാശിക്ക് മൊത്തത്തിലാണ്. ഈ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥവും മാനവരാശിക്കാണ്. ഖുർആനെ പറ്റി നമ്മൾ പറയുമ്പോൾ ആ ഖുർആൻ എന്താണ്? അതൊരു ശാസ്ത്ര ഗ്രന്ഥമാണ്. അത് മാനവരാശിക്കുള്ളതാണ്. ഇവിടെയുള്ള അതായത് ഭൂമിയും ആകാശവും അതിനിടയിലുള്ള ജീവജാലങ്ങളും മനുഷ്യരും ജിന്നുകളും എല്ലാം എങ്ങനെ ഉണ്ടായി എന്ന് ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം എടുത്തു കൊണ്ടുവന്ന് സമർത്ഥിക്കാനൊക്കെ? നിങ്ങൾ ഖുർആൻ എടുത്തോണ്ട് വരെ, അതിലെല്ലാം ഉണ്ട്. ലോകം എങ്ങനെ ഉണ്ടായി, ലോകത്തിന്റെ ഉൽപ്പത്തി എങ്ങനെ, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി, ഈ വെള്ളവും ഭൂമിയും ആകാശവും അതുമെല്ലാം എങ്ങനെ ഉണ്ടാക്കിയെടുത്തു, അതിനെ എങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നു, അതിന്റെ അവസാനം എന്താണ്? ശാസ്ത്രം എന്ന് പറയുന്നു ഈ ഭൂമിക്കും ആകാശങ്ങൾക്കും എല്ലാം ഒരു അവസാനം ഉണ്ടാവും, ലോകം അവസാനിക്കുമെന്ന് പറയുന്നു. ഇത് 1450 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞതാണ്. അത് ഇപ്പോ 1450 വർഷം, അതായത് ഒരു 5-10 വർഷമേ ആവുന്നുള്ളൂ. ലോകം അവസാനിക്കും എന്ന് പറഞ്ഞ് ഓരോരുത്തന്മാര് പടച്ചു വിടുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ. ഉടനെയൊന്നും അവസാനിക്കില്ല. ഇമാം മഹദി വരും. ഇമാം മഹദിക്ക് ശേഷം ഈസാ അലൈഹി ഇസ്ലാം വരും. അതായത് യേശു ക്രിസ്തു വരും ഈ ഭൂമിയിൽ. അതിനുശേഷമൊക്കെ ഈ ലോകം അവസാനിക്കുള്ളൂ. അതിനൊക്കെ അടയാളങ്ങളും അതെന്തൊക്കെയാണെന്നും നമ്മുടെ പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചുമ്മാ ആരെങ്കിലും, അതായത് നിരക്ഷര കുക്ഷിയായ ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് നബി. ഒന്നും അറിഞ്ഞുകൂടാത്ത, ഒരു ഭാഷയും അറിഞ്ഞുകൂടാത്ത വ്യക്തിയായിരുന്നു. അപ്പൊ ആ വ്യക്തി ഇങ്ങനെ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ജനങ്ങളുടെ മുമ്പ്, ഈ ലോകത്തിന് മുമ്പാകെ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയില്ല. ആ കാലഘട്ടത്തില് അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാഹിത്യ കൃതിയാണ് ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആനിന്റെ അകത്തോട്ട് നമ്മൾ കയറി ഇറങ്ങണം, എങ്കിലേ അതിനെപ്പറ്റി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരാളിൽ നിന്ന്, മുഹമ്മദ് നബിയിൽ നിന്നാണ്, അതായത് ക്രിസ്തു മതക്കാരും ഈ യഹൂദന്മാരും ബാക്കിയുള്ള ബുദ്ധമതക്കാരും ലോകത്തുള്ള എല്ലാ മതങ്ങളും നിലനിൽക്കുന്ന സമയത്താണ് മുഹമ്മദ് വന്ന് ഇസ്ലാമിലത്തേക്ക്, അതായത് നബിമാര് വന്നപ്പോഴെല്ലാം അവരുടെ കൂടെ ഉള്ളവരെല്ലാം മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ ഓരോ നബിമാര് വന്ന് തീരുമ്പോഴും ആ മതങ്ങൾ മാറി മറിയായിരുന്നു. അപ്പൊ യേശുക്രിസ്തു കാലത്ത് യേശുക്രിസ്തു എന്ന് പറയുന്നത് മുസ്ലിമാണ്, ഇസ്ലാമാണ്. കാര്യം ദൈവത്തിന്റെ പ്രവാചകനാണ്. മൂസ വന്നതും അങ്ങനെ തന്നെയാണ്, ഇബ്രാഹിം വന്നതും അങ്ങനെയാണ്, ഇസ്ഹാഖ് വന്നതും ഇസ്മായിൽ വന്നതും എല്ലാം അങ്ങനെയാണ്. പക്ഷെ അതിനുശേഷം മനുഷ്യരെന്ന് പറയുന്ന കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്ക് വേറെ ആരും ഇല്ലെങ്കിൽ ആ വിശ്വാസ സംഹിത തന്നെ അങ്ങ് പല മാറ്റങ്ങൾക്കും വിധേയമാവുകയാണ്. മനുഷ്യരിങ്ങനെ ഓരോരോ തണ്ടികളായി പോയി. ജബ്ബാർ എന്ന് പറയുന്നവനും മുസ്തഫ മൗലവി എന്ന് പറയുന്നവനും പറയുന്നില്ലേ? അപ്പൊ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതായിട്ട് ജനങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം മറക്കും. എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളൊന്നുമില്ലായിരുന്നു. മുഹമ്മദ് നബിക്ക് ശേഷമാണ് ആ ഗ്രന്ഥം, അതുപോലെ അത് വാഗ്ദത്തമായ ഗ്രന്ഥമാണ്. പറഞ്ഞിരിക്കുകയാണ് ലോകത്തിന്റെ അവസാനം വരെയും ഈ ഗ്രന്ഥം അതുപോലെ നിലനിൽക്കുക. അതിലൊരു വള്ളി പുള്ളി വ്യത്യാസം വരാൻ ആർക്കും കഴിയില്ല. അതാണ് അതിന്റെ ചരിത്രം. അങ്ങനെ ഉള്ള ഒരു ഗ്രന്ഥം ലോകത്തെവിടെ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. അപ്പൊ അത് മനസ്സിലാക്കി, അപ്പൊ ഈ ചെറ്റുകളുടെ ഇതിൽ നിങ്ങൾ വീണു പോകരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇസ്ലാം മത വിശ്വാസികൾ ഈ യവന്മാരുടെ ഈ ജൽപ്പനങ്ങൾ കേൾക്കരുത് കഴിയുന്നത്ര. കാര്യം ഇത് ഇതുപോലെ യവന്മാരിത് കേട്ടാ നമുക്ക് തോന്നുന്നത് ശരിയാണല്ല, അങ്ങനെ ആക്കാനല്ല, ഇങ്ങനെ ആക്കാൻ. നമ്മുടെ വിശ്വാസങ്ങളിൽ വെള്ളം ചേർക്കരുത്. വിശ്വാസങ്ങളിൽ വെള്ളം ചേർക്കാൻ പാടില്ല. ഇവൻ ഈ മുസ്തഫ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആ നോമ്പ് പിടിക്കാതിരിക്കാമല്ലോ, നമുക്ക് ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്താൽ മതി. അങ്ങനെയല്ലല്ലോ. നമ്മുടെ വിശ്വാസം അനുസരിച്ച് ആ നോമ്പ് പിടിക്കൽ എന്ന് പറയുന്നത് അതിനൊക്കെ നമുക്ക് പ്രത്യേകമായ ശാരീരികമായ ഗുണങ്ങൾ, വേറെ അല്ലാതുള്ള നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പ്രത്യേകമായ നമുക്ക് തരുന്ന ആനുകൂല്യങ്ങളും അതിനോടുള്ള പ്രതിഫലവും തരുന്ന അത് വേറെ.
അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ഇവിടെ തൽക്കാലം ഞാൻ വിശദീകരിക്കുന്നത്, അത് വേറൊരു സമയത്ത് വിശദീകരിക്കാം. കാരണം വീഡിയോ ഒരു 10 മിനിറ്റിനകം ഇടണമെന്നൊക്കെ പറയുമ്പോൾ ഈ ചെറ്റകളെയൊക്കെ കാര്യങ്ങൾ ഇവർമാർക്ക് മറുപടി കൊടുത്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് നീണ്ടു പോകുന്നു. അപ്പൊ എല്ലാവർക്കും ഇതൊന്നും കേട്ടോണ്ടിരിക്കാനുള്ള സമയമല്ലല്ലോ. എന്തായാലും ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ഇപ്പൊ 2 ചെറ്റകളാണ് ഇപ്പൊ കേരളത്തിലുള്ള. ഒന്ന് ഈ ജബ്ബാർ എന്ന് പറയുന്നവനും, ഒന്ന് ഈ മുസ്തഫ മൗലവി പറയുന്നത്. മൗലവിയാണെന്നാണ് അവനൊക്കെ. അതായത് നല്ലൊരു വിവരമുള്ളവനായിരുന്നു ഈ പിന്നെ എന്താണ് ചേകന്നൂര്. ചേകന്നൂരിന്റെ പണ്ട് പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അവൻ വഴിവഴിച്ചു പോയില്ലേ. അതുപോലെ ഷെയ്ത്താൻ ഇബ്ലീസ് എന്ന് പറയുന്ന സ്വർഗത്തില് മലക്കുകൾക്ക് ക്ലാസ് എടുത്തവനാണ്. ജിന്നുവർഗത്തിൽ പെട്ടവനാണ്. വഴിവഴിച്ചു പോയില്ലേ. അള്ളാഹുവിന്റെ മുമ്പ് വെച്ചാണ് വഴിവഴിച്ചു പോകുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള. അപ്പോ അറിവ് കൂടിയാലും കുഴപ്പമാണ്, അറിവ് കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പൊ ഇത് രണ്ടിന്റെ ഇടയിലാണ് നല്ലത്. എന്നാലും കഴിയുന്നത് നമ്മൾ അറിവുകൾ ശേഖരിച്ച് അള്ളാഹുവിലും റസൂലിലും, അതായത് നമ്മുടെ നബിയിലും നമ്മുടെ പ്രവാചകനിലും വിശ്വസിച്ച്, അതായത് ദൈവവിശ്വാസികളാണോ, ദൈവത്തിന്റെ പ്രവാചകന്മാരിൽ വിശ്വസിച്ചോ, അവരെല്ലാം മുസ്ലിങ്ങളാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അർത്ഥം എന്ന് പറയുന്നത് ഇതാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ള. ആരനുസരിക്കുന്നു? ദൈവത്തിനെ അനുസരിക്കുന്നു, ദൈവത്തിന്റെ പ്രവാചകനെ അനുസരിക്കുന്നു. അതനുസരിച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം പിന്നുള്ളതാണ്. ആദ്യമായിട്ട് അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാതെ യാതൊരു ഇലാഹുമില്ല, ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് യാതൊരു ശരീക്കുമില്ല. ശരീക്ക് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഇല്ല, വേറെ ആരുമായിട്ടും കൂട്ടുകെട്ടില്ല ആ അധികാരത്തിൽ. ഓക്കെ, ലാ ശരീക ലഹു വ അഷ്ഹദു, വീണ്ടും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വ എന്ന് പറയുമ്പോൾ ആൻഡ് വ അഷ്ഹദു, വീണ്ടും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ, നിശ്ചയമായ മുഹമ്മദ് നബി, മുഹമ്മദൻ അബ്ദുഹു, മുഹമ്മദ് അബ്ദുഹു, അള്ളാഹുവിന്റെ അടിമയാണ്. അതായത് മനുഷ്യരെ പോലെ, എന്നെയും നിങ്ങളെയും പോലെ. അന്ന മുഹമ്മദൻ അബ്ദുഹു, അതായത് അടിമയാണ്. വ റസൂലുഹു, അള്ളാഹുവിന്റെ റസൂൽ, പ്രവാചകനാണ്. ഇതാണ് ഇത് ഷഹാദത്ത് കലിമ എന്നാണ് ഞാൻ. കാരണം ഇത് വിശദീകരിക്കുന്ന പറഞ്ഞാൽ എല്ലാ ജാതിക്കാരും കേൾക്കുന്നതാണ്. അതുകൊണ്ടാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു, നിശ്ചയമായും മുഹമ്മദ് അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനുമാണ്. ഇങ്ങനെ ഒരു വിശ്വാസം ഇത് ചൊല്ലിയാലേ ഒരാൾ മുസ്ലിം ആവും. മുസ്ലിം ആകണമെങ്കിൽ നിർബന്ധമില്ല, ആരെയും നിർബന്ധിച്ചിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമ്മൾക്ക് നമ്മുടെ മതം. അതാണ് ഇസ്ലാമിന്റെ നിയമം. അല്ലാതെ ആരെയും വാള് കൊണ്ടും പരിചയം കൊണ്ടും കത്തി കൊണ്ടും പിന്നെ തോക്ക് ചൂണ്ടിയും ഒന്നും ആരും ഇസ്ലാമിൽ ആരും പ്രവേശിച്ചില്ല. ഇസ്ലാമിന്റെ ചരിത്രം എടുത്താൽ ഇവിടെ പല തെണ്ടികളും പറയുന്നുണ്ട്, ചാനലിലൊക്കെ വന്നിരുന്ന് അവരങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, മുസ്ലിങ്ങൾ ഒരുപാട് ജനസംഖ്യ കൂടുന്നുണ്ട്, അവരങ്ങനെ ആക്കിക്കളെ, മുസ്ലിങ്ങളെ ആക്കേയില്ല. മുസ്ലിങ്ങൾ എവിടെ ഭൂരിപക്ഷം ഉണ്ടോ അവിടെയൊന്നും യാതൊരു കുഴപ്പമില്ല. സമാധാനത്തിന്റെ മതമാണ്, പരസ്പര സഹായത്തിന്റെ മതമാണ്, മനുഷ്യന് നന്മ ചെയ്യുന്ന മതമാണ്, മനുഷ്യരിൽ കാരുണ്യം കാട്ടുന്ന മതമാണ് ഇസ്ലാം മതം. അത് പടച്ചതമ്പുരാൻ നമ്മളെ എല്ലാം സൃഷ്ടിച്ച ദൈവം എന്ന് പറയുന്ന ഒന്ന്. യഹൂദനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസ്ലിമിനും ബുദ്ധമതക്കാരനും സിഖുകാരനും ഒക്കെ ഒറ്റ ദൈവമേ ഉള്ളൂ. പല രീതിയിലായി പോയി മനുഷ്യര്. അതിനിപ്പോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ദൈവം തമ്പുരാൻ സ്വർഗവും നരകവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കുറ്റവിചാരണ ചെയ്യും, ആരായാലും ശരി. ഇനിയിപ്പോ ഏത് വാപ്പ ആയിരുന്നാലും ശരി, ആ ദിവസം വരും, ആ ദിവസം കുറ്റവിചാരണ ചെയ്യും. തെറ്റുകളും കുറ്റങ്ങളും ചെയ്തിട്ടുള്ളവന് അതിൻ്റെതായ ശിക്ഷ കൊടുത്തു തന്നെ അവനെ നരകത്തിലിടും. നല്ലത് ചെയ്ത് സൽപ്രവൃത്തി ചെയ്ത് ദൈവത്തിൽ ഏകദൈവം എന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാ മതങ്ങളും, നിങ്ങളിപ്പോ ഹിന്ദുക്കളുടെ ഇതെടുത്ത് നോക്കണം, ഈ ഭഗവത്ഗീത ഏകദൈവത്തിൽ വിശ്വസിക്കണമെന്ന്, ഏകദൈവത്തിനെ ആരാധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടാ? ഞാൻ വെല്ലുവിളിക്കുന്നു. ആരെങ്കിലും ഉണ്ടാ? അത് അല്ലാന്ന് പറയാൻ ഏകദൈവത്തിൽ വിശ്വസിക്കരുതെന്ന് പിന്നെ ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുണ്ടാ? ഒരുപാട് ദൈവങ്ങളുണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഒരൊറ്റ ദൈവമാണ്. അവ എല്ലാവർക്കും ആ ഒരു ദൈവമേ ഉള്ളൂ. അത് അള്ളാഹു എന്നാണ് അറബിൽ പറയുന്നത്. അത് തന്നെയാണ് ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം പറയുന്നത്. യൂണിഫോമിറ്റി ഉള്ള പ്രാർത്ഥനയുള്ളത്
മുസ്ലിങ്ങൾക്കാണ്. അത് നമ്മൾ പറയാതിരിക്കാൻ പറയും. കാരണം അത് പറഞ്ഞ് ഇതൊരു ജാതിസ്പർദ്ധ ഉണ്ടാക്കുന്ന വാക്കുകളൊന്നുമല്ല. അവനവന്റെ മതത്തിൽ വിശ്വസിക്കാം, അവനവന്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാം. അത് പ്രചരിപ്പിക്കാനും നമുക്കിവിടെ ഇതുണ്ട്, നമുക്ക് അവകാശങ്ങളുണ്ട്. അപ്പോൾ അത് ക്രിസ്ത്യാനി ആയിരുന്നാലും ഇപ്പൊ ക്രിസ്ത്യാനികളും സംഘപരിവാറും കൂടെ ചേർന്നിട്ട് അയ്യോ ന്യൂയോർക്കിൽ മേയർ മുസ്ലിമായി, ഇനി അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണത്, ജിഹാദികളാണ്, അങ്ങനെയാണ് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. അയാൾ ജിഹാദി